നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ മലയാളി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, പുതുതലമുറയിൽ ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്ന കണക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, പരിഹാരങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കൂടുതൽ കോൺഷ്യസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി തന്നെ വരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഹൃദ്രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചികിത്സകൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം EMC ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ നിജിൽ ക്ലീറ്റസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഹൃദ്രോഗത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി തന്നെയാണ് വരുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? പറഞ്ഞ പോലെ തന്നെ ഹൃദ്രോഗത്തിൻ്റെ നിരക്ക് ഇപ്പോൾ വളരെയധികം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെ ഇഡ്ഡലി, ദോശ, അതുപോലത്തെ നമുക്ക് തന്നെ അറിയാം എന്താണ് അതിൽ ഉണ്ടാക്കുന്നത്, നമുക്കറിയാം. പക്ഷേ ആ ഒരു സാഹചര്യം മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ എക്സസൈസിൻ്റെ ഒരു കാര്യം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു നടന്നു പോകേണ്ട ഒരു ദൂരം നമ്മൾ ബൈക്കിലോ കാറിലോ ഒക്കെ പോകുന്ന ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ വ്യായാമത്തിൻ്റെ കുറവ്, പിന്നെ മാനസിക സമ്മർദ്ദം ഒരുപാട് കൂടുതലാണ്. ഇതെല്ലാം കൊണ്ട് ഹൃദ്രോഗത്തിൻ്റെ നിരക്ക് കൂടി വരികയാണ്. പക്ഷേ അവയർനെസ്സും കൂടി വരുന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമുക്ക് ആരോഗ്യ മാസികകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ വ്യത്യാസം വരുന്നില്ല. അത് മോശമായി തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഹൃദ്രോഗത്തിൻ്റെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ആരോഗ്യവും അവരുടെ ഒരു എക്കണോമിക് സ്റ്റാറ്റസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ഇപ്പോൾ പലരും ബൈക്കും കാറും ഒക്കെ ഓടിച്ചു തുടങ്ങിയപ്പോൾ നടക്കാനായിട്ട് പണ്ടൊക്കെ നമ്മൾ കേൾക്കാം 3-4 കിലോമീറ്റർ ഒക്കെ നടന്നു പോയിരുന്ന, ഈവൻ സ്റ്റുഡൻസ് അവർ സ്കൂളിലേക്കൊക്കെ നടന്നാ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്കൂൾ ബസ് ഉണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യും. അപ്പോൾ ഈ നടക്കുക എന്നുള്ളൊരു സാധനം ഇല്ലാതായി എന്നുള്ളതാണ് സത്യം, അല്ലേ? ഇപ്പോൾ ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഹൃദ്രോഗം വരാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ ഏത് പ്രായം മുതൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആവണം, ഇതിൻ്റെ സ്ക്രീനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങണം? അതെ, ഇപ്പോൾ ഒരു സ്ക്രീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ, 20 ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു കൊളസ്ട്രോളിൻ്റെ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്യണമെന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത് നമ്മൾ. അതുപോലെ തന്നെ ഒരു എക്സസൈസ്, ഒരു റെഗുലർ എക്സസൈസ് പ്രോഗ്രാം നമ്മൾ എപ്പോഴും വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. തീരെ ഒരു യങ് ഏജ് ഗ്രൂപ്പിൽ, തീരെ ചെറുപ്പമായിരുന്ന കാലഘട്ടത്തിൽ തന്നെ എക്സസൈസ് റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കുക. നമ്മുടെ ഹാർട്ടിൻ്റെ, ഇപ്പം വേൾഡ് ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് തന്നെ നമ്മുടെ നോ യുവർ നമ്പേഴ്സ് എന്ന് പറയും. നമ്മുടെ അസുഖങ്ങളെ പറ്റി നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുക. കൊളസ്ട്രോൾ ലെവൽസിനെ പറ്റി അറിയുക, ഷുഗറിനെ പറ്റി അറിയുക, നോർമലാണോ അല്ലേ. പിന്നെ നമ്മുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു സ്ക്രീനിങ് ചെയ്യുക, ബേസ് ലൈനായിട്ട് ഒരു ECG എടുക്കുക, ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ ഒരു കുറവ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരാൾക്കാർ ഇപ്പോൾ സ്കൂട്ടറും ബൈക്കും അങ്ങനെ കാറിലേക്കൊക്കെ കടന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു എക്സസൈസ് പ്രോഗ്രാം ഇൻകോപ്പറേറ്റ് ചെയ്യും. നമ്മുടെ ലൈഫിൽ ഒരു ദിവസേന ഒരു അരമണിക്കൂർ നടക്കുക, അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് വ്യത്യാസങ്ങളിൻ്റെ അത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഹൃദ്രോഗം ബാധിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അത് ഏത് വിഭാഗമാണെന്ന്? ഹൃദ്രോഗത്തിന് സാധ്യത നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചില പർട്ടിക്കുലർ ഗ്രൂപ്പുകളിൽ വളരെ സാധാരണ ആളുകളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. അതായത് ഒരു ഏജ് മോർ ദാൻ 55, 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ, അതുപോലെ പുരുഷന്മാരിൽ 45 വയസ്സിന് മുകളിലുള്ളവർ, പിന്നെ പ്രമേഹ രോഗമുള്ള ആൾക്കാർ, അവർക്ക് സാധാരണ ആളുകളെക്കാളും 3 ഇരട്ടി ഹാർട്ടിൻ്റെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അമിത രക്തസമ്മർദ്ദമുള്ള ആൾക്കാർ, പുകവലിക്കുന്ന ആൾക്കാർ. പുകവലി വളരെ ഒരു മോശമായൊരു കാര്യമാണ്. അതായത് പുകവലിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏകദേശം 5-8 ഇരട്ടിയാണ് ഹാർട്ടിൻ്റെ അസുഖം വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിൽ ഹാർട്ടിൻ്റെ അസുഖം വന്നിട്ടുള്ള ആൾക്കാർ, അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്കും ഹാർട്ടിൻ്റെ അസുഖം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ നേരത്തെ തന്നെ അവരുടെ റിസ്ക് മനസ്സിലാക്കി അത് അസസ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടർ, ഇപ്പം ECG, ട്രെഡ്മിൽ ടെസ്റ്റ്, എക്കോ കാർഡിയോഗ്രാം, ആൻജിയോഗ്രാം, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറ്. അപ്പോൾ ഇവ ഓരോന്നും എന്തിനൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഒരു ആളോട്, ഒരു പേഷ്യൻറ്റിനോട്, അല്ലെങ്കിൽ ഒരു ആൾ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കാൻ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഉദാഹരണത്തിന് ECG. അതെ, ECG ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ്. നമ്മൾ വളരെ ഒട്ടും ചിലവില്ലാത്തൊരു ടെസ്റ്റാണ്. പക്ഷേ ഏറ്റവും അധികം ഇൻഫോർമേഷൻ നമുക്ക് ഒരു ഹാർട്ടിൻ്റെ അസുഖത്തിൽ കിട്ടുന്നത് ECGയിലൂടെയാണ്. ECG നമ്മളൊരാളിൽ ECG ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത് മിക്കവർക്കും നമുക്കറിയാം, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഹൃദയത്തിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നെഞ്ചുവേദന തന്നെയാണ്. അപ്പോൾ നെഞ്ചുവേദനയായിട്ട് ഒരു രോഗി വരുന്നു.
അതിപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലൊരു രോഗിയായാലും ഒരു ചെറുപ്പക്കാരനായാൽ പോലും നമ്മൾ ബേസ് ലൈനായിട്ട് ആ ഒരു ECG നമ്മൾ ചെയ്യാറുണ്ട്. കാരണം വളരെ ചിലവ് കുറഞ്ഞ ടെസ്റ്റാണ്, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ECG എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷനെ പറ്റി നമുക്ക് ഒരു പരിധിവരെ അറിയാൻ സാധിക്കും. അപ്പോൾ ECG നമ്മൾ എടുത്ത് നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ECGയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആൾക്കാരിൽ, അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ECG നോർമലായിരിക്കും. കാരണം അവർ റെസ്റ്റിംഗ് പീരീഡിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ECGയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവില്ല. പക്ഷേ അവരെ പിന്നെ കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇവർക്ക് റിസ്ക് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കണമെങ്കിൽ പിന്നീട് ഫർദർ ടെസ്റ്റുകൾ വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് എക്കോ കാർഡിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എക്കോ എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിൻ്റെ ഒരു സ്കാനാണ്. അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ചെയ്യുന്നത് ഹാർട്ടിൻ്റെ സ്കാനാണ്. ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കും, ഹൃദയത്തിൻ്റെ വാല്വുകളെ പറ്റി അറിയാൻ സാധിക്കും. അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് എക്കോ സ്റ്റഡിയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തെങ്കിലും ജനിതകമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എക്കോ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. പിന്നീടുള്ളത് ഈ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ റിസ്ക് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഈ പറയുന്ന ഹൈ റിസ്ക് ഗ്രൂപ്പ് ആളുകൾക്ക് എന്തെങ്കിലും ഹാർട്ടിൻ്റെ അസുഖങ്ങൾ ഉള്ളിലുണ്ടോ, അണ്ടർലൈങ് ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. ട്രെഡ്മിൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സസൈസ് മെഷീനിൽ നമ്മൾ കുറച്ച് സ്പീഡ് ക്രമമായിട്ട് കൂട്ടിയിട്ട് നമ്മൾ നടത്തിച്ച് നോക്കുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ECGയും ബ്ലഡ് പ്രഷറും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മൾക്ക് ഓരോ സ്ട്രെയിൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആളുടെ ഹൃദയത്തിൻ്റെ ഒരു അനുഭവപ്പെടുന്ന ഒരു സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് ഹൃദയം എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു അത് നമുക്ക് ട്രെഡ്മിൽ അറിയാൻ സാധിക്കും. ECGയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, ആൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടോ, ചിലപ്പോൾ ഒരു കയറ്റം കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അത് ഈ TMD ചെയ്യുന്ന സമയത്ത്, ട്രെഡ്മിൽ ചെയ്യുന്ന സമയത്ത് അതേ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അതൊരു ഹാർട്ടിൻ്റെ അസുഖമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഈ TMD ഇതെല്ലാം ചെയ്ത് ഹാർട്ടിൻ്റെ അസുഖമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് നമ്മൾ ആൻജിയോഗ്രാമിലേക്ക് കടക്കുന്നത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ, ഇപ്പോൾ TMT എന്ന് പറയുന്നത് ട്രെഡ്മിൽ ടെസ്റ്റ് നമ്മളിപ്പോൾ പുറത്ത് വ്യായാമം ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രെഡ്മിൽ തന്നെ ഹോസ്പിറ്റലിൽ ഒരു മെഷീൻ ഘടിപ്പിച്ചിട്ട് അതിനോട് ചേർന്ന് ECG മെഷീനാണ് ഘടിപ്പിക്കുന്നത് അല്ലേ? BP നമ്മൾ മെഷർ ചെയ്യുന്നു അങ്ങനെ. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഇതൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. നമ്മൾ സാധാരണ TMD നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡിലിട്ട് നമ്മൾ അങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ഓരോ സ്റ്റേജിലും അതിൻ്റെ സ്പീഡ് കൂട്ടുന്നു, അതുപോലെ അതിൻ്റെ ഇൻക്ലിനേഷൻ കൂട്ടും. നമ്മൾ കുറച്ചുകൂടെ കയറ്റം കയറി നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആ ഓരോ സ്റ്റേജിലും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് ഒരു സെൽഫ് ചെക്കപ്പ് നടത്തിയപ്പോ ECG നോക്കിയിരുന്നു. ECGയിൽ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കാർഡിയോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. കണ്ടു. LBB എന്ന് പറഞ്ഞു. ഹലോ ഹലോ ഡോക്ടർ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. അതിനുശേഷം അമൃതയിലെ ഒന്ന് കാണിച്ചിരുന്നു, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം തന്നെ മറ്റേ മെഡിസിൻസ് ഒന്നും തന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഓഫീസിലൊക്കെ പോകുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയം. അപ്പൊ അതാണ് ഞാൻ വിളിച്ചത്. എത്ര വയസ്സുണ്ട്? 47. മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളതാണോ? പ്രഷറോ? ഇല്ല, ഒന്നുമില്ല, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ECG ഒരു റുട്ടീനായിട്ട് ECG എടുത്ത് നോക്കിയതാണല്ലേ? അതെ 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 അതെ. അപ്പോൾ ഈ LBBB എന്ന് പറയുന്ന ഒരു നോർമലായിട്ട് കാണുന്ന ഒരു ECG അല്ല, നമ്മൾ സാധാരണ കാണുന്ന ECG പാറ്റേൺ അല്ല LBBB. LBBB വരുമ്പോൾ അത് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടാകാനുള്ള ഒരു സാധ്യത സാധാരണയിൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു പർട്ടിക്കുലർ ശതമാനം ആൾക്കാർക്ക് നോർമലായിട്ടും തന്നെ ഈ LBBB പാറ്റേൺ കാണാം. അതായത് പ്രഷറുള്ള ആൾക്കാർക്ക്, ഹാർട്ടിൻ്റെ വാൽവിന് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഈ LBBB പാറ്റേൺ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ കൂടുതൽ ടെസ്റ്റുകൾ എന്തായാലും ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ECG എടുത്തതിൻ്റെ പുറകെ എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും വാൽവിൻ്റെ പ്രശ്നങ്ങളാണോ. പിന്നെ ഈ ഒരു പാറ്റേണിലുള്ളവർക്ക് TMD ചെയ്താൽ വ്യത്യാസങ്ങൾ അറിയാൻ സാധിക്കില്ല, കാരണം ഓൾറെഡി ECGയിൽ കുറച്ച് വ്യത്യാസങ്ങളൊണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ എക്കോ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ നോർമൽ ഫോളോ അപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ ഈ ഒരു കാര്യത്തിന്. ഇതൊരു ഉദാഹരണമാണ്. പലപ്പോഴും നമ്മൾ ഈ സ്ക്രീനിങ്ങിന് പോകാൻ മടിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോകാന്നുള്ള. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോഴും ഒരു മടിയാണ് പോകാനായിട്ട്. ഇപ്പൊ 47 വയസ്സുള്ള ഒരു സ്ത്രീ ഇപ്പൊ ഇത് പോയത് കൊണ്ടാണ് ഈ പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റിയത് അല്ലേ? അപ്പൊ ഈ സ്ക്രീനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതെ, സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികമാണ്. കാരണം ഈ ഹാർട്ടിൻ്റെ അസുഖങ്ങൾക്കുള്ള ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു മോശം കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മിക്കവർക്കും അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. ആ ഒരു രോഗലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകും. ചെറിയൊരു കിതപ്പോ അല്ലെങ്കിൽ നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, നെഞ്ചിനൊരു ഭാരം, മിക്കവരെ ശ്രദ്ധിക്കാറില്ല. ഒരു ഏജ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒരു റുട്ടീനായിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, കൊളസ്ട്രോൾ ലെവൽ നോക്കുക, ഷുഗർ ലെവൽ നോക്കുക, അതോടൊപ്പം തന്നെ
ഒരു ECG ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ആ ഒരു ഭയാനകമായ സ്റ്റേജിൽ എത്തിയിട്ട് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ചേഞ്ചസ് മനസ്സിലാക്കാനും പിന്നെ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. തീർച്ചയായിട്ടും ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ഡോക്ടറാണോ? അതെ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ കോട്ടയത്ത് നിന്ന് അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ അബ്ദുള്ള. എനിക്ക് ഒരു 10-12 വർഷമായിട്ട് ഈ ഹൃദയ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 വർഷമായി. 3 ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഇപ്പോ ഞാൻ ഗുളിക ഇങ്ങനെ വിടാതെ കഴിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഷുഗർ ഒക്കെ ഇങ്ങനെ കൂടുതലായോണ്ടേ ഞാനൊരു ഓപ്പറേഷനോ അതിനൊന്നും ഇപ്പം ഇത് ചെയ്യുന്നില്ല. എത്ര കാലം ഇങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് സംശയം. ഇല്ല, ഈ ബ്ലോക്ക് ആൻജിയോഗ്രാം ചെയ്ത് കണ്ടുപിടിച്ചതാണല്ലോ അല്ലേ? ആൻജിയോഗ്രാം ഡോക്ടർ രവീന്ദ്രൻ കോഴിക്കോടിനെ എന്നാണ് അത് കാണിച്ചത്. കോഴിക്കോട് രവീന്ദ്രൻ ഡോക്ടറാണ്. 3 ബ്ലോക്ക് ഉണ്ട്. മരുന്നുകൊണ്ട് പോകുന്നൊക്കെ എന്നാണ് പറഞ്ഞത്. മരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. ആയിക്കോട്ടെ, ശരി. അപ്പോൾ മരുന്ന് കഴിച്ച് മാറ്റാവുന്ന രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. മരുന്ന് കഴിച്ച് പോയിട്ട് എന്തെങ്കിലും നെഞ്ച് വേദനയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിട്ടോ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? ചില സമയത്ത് ഈ പൊക്കത്തിലൊക്കെ കയറുന്ന സമയത്തേക്ക് കിതപ്പൊക്കെ കയറും. നടപ്പ് വളരെ കുറവാണ്. 2-3 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നേരത്തെ തന്നെ 3 ബ്ലോക്കുകളുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മരുന്ന് കഴിച്ച് നോക്കാമെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ മരുന്ന് കഴിച്ച് അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ വ്യായാമം ചെയ്യുക, ഷുഗറൊക്കെ നോർമലായിട്ട് കൺട്രോൾ ചെയ്ത് പോകുക. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ബ്ലോക്കുകൾ മാറ്റി നോർമലായിട്ട് പോകാം. പക്ഷേ നമ്മൾ മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാതിരിക്കുക, ഈ വ്യായാമത്തിൻ്റെ കുറവ്, ഷുഗർ ഒരുപാട് കൂടിപ്പോയി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ഉണ്ടാകുന്നൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും തുടർച്ചയായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അത് പെട്ടെന്നൊരു ദിവസം നിൽക്കുന്നതല്ല. അത് കൂടി വരാനുള്ള സാധ്യത നമുക്കുണ്ട്. പുള്ളി കയറ്റം കയറുമ്പോൾ ഒരു കിതപ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, ഒരു എക്കോയോ TMT ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു ബ്ലോക്ക് നമുക്ക് ഇപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഫർദറായിട്ട് ചിലപ്പോൾ ആൻജിയോഗ്രാം ഒന്നുകൂടെ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഡോക്ടർ, ഇദ്ദേഹത്തിൻ്റെ കോളിൽ നിന്ന് ഒരു സംശയം തോന്നുന്നത്, ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്കിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ബ്ലോക്ക് ഇല്ലാതാവില്ല മരുന്നുകൊണ്ട്, ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ വേഴ്സ് ആവാൻ പറ്റില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അത് ശരിയാണോ, അതോ ബ്ലോക്കിനെ നമുക്ക് മരുന്നുകൊണ്ട് അലിയിച്ച് കളയാൻ പറ്റുന്നുണ്ടോ? അല്ല, ഈ ബ്ലോക്ക് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു ശതമാനം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട രക്തക്കൊഴലുകൾ, ആ രക്തക്കൊഴലുകളിലുള്ള ഒരു 70% മേലുള്ള ബ്ലോക്കുകളാണ് സാധാരണയിൽ നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ കുറവായിട്ടുള്ള ബ്ലോക്കുകൾ ഒരു 50% ഉള്ള ബ്ലോക്കുകളാണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് നോക്കാം. അതാണ് നമ്മുടെ ഒരു ചികിത്സാ രീതി. അപ്പോൾ അങ്ങനെയുള്ളവർ മരുന്ന് കഴിച്ച് വ്യായാമവും ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ സിംറ്റംസ് കുറയ്ക്കാനും നമ്മൾ പിന്നീട് ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ബ്ലോക്ക് ഒരുപാട് കുറഞ്ഞതായിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൃത്യമായ മരുന്ന് കഴിക്കുക, അതെല്ലാം വളരെ പ്രധാനമാണ്. കാരണം അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒന്നാമത് രക്തം കുറച്ച് കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതൽ, ടെൻഡൻസി കൂടുതലുള്ളവർക്ക് ബ്ലോക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം നന്നായി ശ്രദ്ധിക്കും, പിന്നെ അത് അങ്ങ് ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അദ്ദേഹമാണെങ്കിലും. ഡോക്ടർ, അടുത്തൊരു കോളിലേക്ക് പോവാം നമുക്ക്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ ഭർത്താവിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 13 വർഷത്തിന് മുമ്പ് അറ്റാക്ക് വന്നിട്ട് പിന്നെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു സ്ഥിരം. ഇപ്പൊ 4 വർഷമായിട്ട് ആളുടെ ഒരു വശം തളർന്നു. ഇപ്പൊ മരുന്ന് ഡോക്ടർ പറയണത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോ ഈ എക്സസൈസ് പോലും ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആകപ്പാട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മരുന്നിമ്മല് കുറച്ച് ആള് പോട്ടെ എന്ന് പറയണം.
അപ്പൊ അതിനെ പറ്റി ഒന്ന് അറിയാനാണ്. കയ്യൊക്കെ ഒട്ടുവാൻ അടുത്ത കൈ ഒട്ടുവാനങ്ങൂല ആളുടെ. ശരി, ഓക്കെ. ഇപ്പോൾ അവന്റെ ആവശ്യത്തിന് വീടിനകത്തൊക്കെ നടക്കും, പുറത്തോട്ടൊന്നും പോവാറില്ല. ഓക്കെ. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതെ. മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഹാർട്ടിന്റെ ആൻജിയോഗ്രാം? ഈ എക്കോ ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെയുള്ള ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്. അതെ, ആൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത് അല്ലേ? നടക്കാൻ വലിച്ചു വെച്ച് നടക്കും, കൈയൊട്ട് അനങ്ങൂല, അടുത്ത കൈയൊട്ട് അനങ്ങണില്ല. ഓക്കെ. ഇപ്പോൾ നെഞ്ചുവേദന അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ആള്? ശ്വാസം മുട്ടലോ നെഞ്ചുവേദന? നെഞ്ചുവേദന അങ്ങനെ വരാറില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ ഭയങ്കര ശ്വാസം മുട്ട് കിതപ്പ് വരും, ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞത് രണ്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ അതേ പ്രക്രിയ തന്നെയാണ് തലച്ചോറിലും ഒരു ക്ലോട്ട് ഉണ്ടാക്കി സ്ട്രോക്ക് ഉണ്ടാകുന്നത്. സ്ട്രോക്കിൻ്റെ ഒരു വ്യത്യാസങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് രണ്ട് രീതിയിലാകാം. ഒന്ന് ഒരു ഹെമറാജിക് സ്ട്രോക്ക്, ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ള സ്ട്രോക്ക്, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടായ സ്ട്രോക്ക്. മരുന്നുകൾ ഇപ്പോഴും കഴിച്ചു പോകുന്നെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ബ്ലീഡിങ് അല്ല, മിക്കവാറും ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്ത് സ്ട്രോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ശ്വാസം മുട്ടലുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ശ്വാസം മുട്ടൽ ഒരു ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞാലുണ്ടാകാം. ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞാൽ ഈ ഒരു സ്ഥിതി ഉണ്ടാകാം. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ അതിന് ഹാർട്ടിൻ്റെ പമ്പിങ് ഒന്ന് മെച്ചപ്പെടുത്താനും പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത ശേഷം പിന്നെ ആൾക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ആൻജിയോഗ്രാം ചെയ്ത് നോക്കുകയും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുകയൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യാവുന്നതാണ്. പിന്നീട് ആ സ്ട്രോക്കിൻ്റെ ഒരു കാര്യമാണ് കൂടുതൽ ആളെ ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം ഒരു സൈഡ് തളർന്നു പോയിട്ട് ബുദ്ധിമുട്ട് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചികിത്സയും ഇതിൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക്. പക്ഷേ ഈ പറയുന്നത് കേട്ടിടത്തോളം എക്കോ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, വേറൊരു സംശയം, സ്ട്രോക്ക് വന്നിട്ട് അവർ ചികിത്സയ്ക്ക് പോയതിനെ കുറിച്ചോ ഡോക്ടറെ എത്തിച്ചതിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല അല്ലേ? കാരണം ഇത് ഹൃദ്രോഗത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്ട്രോക്ക് വന്നതെന്ന് ചിന്തിക്കുന്ന പോലെ അങ്ങനെ ഒരു കാരണം പിന്നീടുള്ള ചികിത്സയെ കുറിച്ച് പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഹൃദ്രോഗം വന്നാൽ ഇതുപോലെയുള്ള സൈഡ് എഫക്ട്സ് വരാൻ സാധ്യതയുണ്ടോ? അത് ഹൃദ്രോഗത്തിന്റെ സൈഡ് എഫക്റ്റ് അല്ല, ഹൃദ്രോഗത്തിന്റെ അതേ ഒരു രോഗത്തിന്റെ പ്രോസസ്സ് മറ്റുള്ള സ്ഥലങ്ങളിൽ ആക്ട് ചെയ്യുന്നുള്ളത്. അതേ കാരണം കൊണ്ട് അതെ അതെ. രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത ഹൃദയത്തിലുള്ള പോലെ തന്നെ മറ്റു ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലും ബുദ്ധിമുട്ട് സ്ട്രോക്ക് കാരണമാണ് ആൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മരുന്നുകൊണ്ട് നോക്കാം, ആളൊന്ന് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മറ്റ് ചികിത്സകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ. എന്റെ പേര് ശിവദാസ് ആണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ ശിവദാസ്. ഈ ഹൃദ്രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയാനാ. ഓക്കെ, നല്ല ചോദ്യം, വളരെ നല്ല ചോദ്യമാണ്. അതെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ ഹൃദ്രോഗ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ നെഞ്ചുവേദന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ടുണ്ടാകുന്നൊരു വരിഞ്ഞു മുറുക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ വേദന കഴുത്തിലേക്ക് വ്യാപിക്കുന്നു, രണ്ട് കൈകളിലേക്കും വരാം. പിന്നെ ഒരുപാട് അധികമായിട്ട് വിയർക്കുക, ഛർദിൽ വരിക, ഇതെല്ലാം അതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ഇതല്ലാതെ ശ്വാസം മുട്ടലും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. കൂടുതൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഹൃദയത്തിൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ പോവുകയും ഒരു ECG എടുത്ത് നോക്കുക, ഡോക്ടറെ ഉടനടി കൺസൾട്ട് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ രോഗലക്ഷണമാണ്. ഇതല്ലാതെ സ്റ്റേബിൾ അഞ്ചേന എന്ന് നമ്മൾ പറയും, കുറച്ച് ദൂരം നടക്കുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന, അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ്, ഇതെല്ലാം ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾക്കുള്ളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ്. നമ്മൾ ECGയും എക്കോ ടെസ്റ്റ് നോക്കുക, ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് നോക്കുക, ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, കൂടുതൽ ഫർദർ ചെക്കപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് രണ്ടാമത് പറഞ്ഞ കാര്യം, ഹൃദ്രോഗം എങ്ങനെ വരാതെ നോക്കുക എന്നുള്ളത്. ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മളൊരു ഒരു സിനിമയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം റിലീസ് ചെയ്യുന്നില്ല, അതിൻ്റെ അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പം അതായത് ഷുഗർ, ഹൈ ബ്ലഡ് പ്രഷർ, പിന്നെ മാനസികമായ സമ്മർദ്ദം, വ്യായാമക്കുറവ്, പിന്നെ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സാണ് ഹൃദയത്തിൻ്റെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ അത് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നതാണ്. അവയെല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്ന വഴി നമുക്കിത് വരാതെ ഒരു പരിധിവരെ തടയാം.
പിന്നീട് കുറച്ച് കാര്യങ്ങളുണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് ജനിതകമായിട്ട് ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്, ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക്. പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ മെയിൽസിനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒരു 10% വരുന്നുള്ളൂ. ഒരു 90% നമ്മുടെ ഒരു ജീവിതശൈലി കൊണ്ട് തന്നെ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളാണ്. ഈ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ വളരെ നല്ലൊരു ഉദാഹരണം ശരിക്കും പറഞ്ഞത്. കാരണം ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ, അതായത് ഒരു സിനിമ റിലീസാകുമ്പോൾ ആ ഡേറ്റും ആ റിലീസ് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, പുറകിൽ ഒരുപാട്. അപ്പോൾ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഹൃദ്രോഗത്തിൻ്റെ ഒരു സാധ്യത നമ്മൾ അവിടെ എവിടെ ഇടയ്ക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് അല്ലേ. ആരോഗ്യത്തെ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ആൻജിയോഗ്രാമിലേക്ക് വരുന്നത് എപ്പോഴെന്നാണ്. അപ്പം ആൻജിയോഗ്രാം വേണ്ടി വരുന്നത് എപ്പോഴാണ്, അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെസ്റ്റാണ്. നമ്മൾ ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, കണ്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത് ഒരു ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന രോഗിക്ക് നമ്മൾ മനസ്സിലാക്കുന്നു ആ രോഗിയുടെ രക്തക്കുഴൽ അടഞ്ഞിരിക്കുകയാണ്, ഉടനെ തന്നെ ആ രക്തക്കുഴൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഉടനടി തന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നൊരു കാര്യം വരും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലമായിട്ട് സിംറ്റംസ് ഉള്ള ആൾക്കാർ, നടക്കുമ്പോൾ നെഞ്ചുവേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഈ എക്കോ TMD ഒക്കെ ചെയ്തതിന് ശേഷം മനസ്സിലാക്കുന്നു അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ആൻജിയോഗ്രാം ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കയ്യിലൂടെയാണ്. ഇപ്പോൾ റേഡിയൽ ആർട്ടറി വഴിയാണ് നമ്മൾ ഈ പൾസ് ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു രക്തക്കുഴലിലൂടെയാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. അത് ഒരു ചെറിയൊരു ട്യൂബ് അതുവഴി നമ്മൾ കടത്തി വിട്ടിട്ട് ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ കൊണ്ടുവച്ചിട്ട് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. ഒരു അയഡിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു ഡൈ ആണ് ഇത്. നമ്മൾ മോണിറ്ററിൽ കണ്ടിട്ട് ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. എന്തെങ്കിലും ബ്ലോക്കുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും അബ്നോർമാലിറ്റീസ്, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ബേസിക്കലി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്ന ചികിത്സകളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. ഹൃദ്രോഗത്തിൻ്റെ ചികിത്സകൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ബേസിക്കലി മരുന്ന് കൊണ്ടുള്ള ചികിത്സയുണ്ട്. പിന്നീട് ഇപ്പം ഒരു കഴിഞ്ഞ 10-15 കൊല്ലമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷണൽ കാർഡിയോളജി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ മരുന്ന് ചികിത്സ പരമ്പരാഗതമായിട്ട് കൊടുത്തു വന്നിരുന്ന ചികിത്സയാണ്. അത് ഫലപ്രദമായ ചികിത്സയാണ്. കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ആ ബ്ലോക്ക് അലിയിച്ച് കളയുന്ന മരുന്നുകൾ, ആ മരുന്നുകളാണ് ത്രോംബോലൈറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന് ചെറിയ ഡ്രോബാക്സ് ഉണ്ട്, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ബ്ലീഡിങ് സാധ്യത കൂടുതലാണ്. മറ്റു ഭാഗങ്ങളിലും ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യത. പിന്നെ ഈ ബ്ലോക്ക് എത്രത്തോളം മാറി നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴി ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ത്രോംബോലൈറ്റിക് തെറാപ്പി. അപ്പോഴാണ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. നമ്മൾ ആ ബ്ലോക്കായ രക്തക്കുഴൽ തുറക്കുക, ഒരു സ്റ്റെൻറ്റ് ചെയ്യുക, അങ്ങനെ ആ ബ്ലോക്ക് മാറ്റുന്ന ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ഇതാണ് ബേസിക്കലി ഹൃദയാഘാതത്തിൻ്റെ ചികിത്സകൾ. മറ്റ് കാര്യങ്ങളും ഉണ്ട്, അതുപോലെ പേസ് മേക്കർ, അതുപോലുള്ള ചികിത്സ, അതെല്ലാം ഇൻ്റർവെൻഷനിൽ പെടുന്നത് തന്നെയാണ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.